Hello friends, welcome to another lecture of Make Mechanical Simple. See, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെഷീനറിയിലെ മൊഡ്യൂൾ 6ന്റെ ഒരു റിവിഷൻ ലെക്ചർ ആണ്. അപ്പോൾ മൊഡ്യൂൾ 6നെ ഞാൻ രണ്ട് ലെക്ചർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിന്റെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസും അതേപോലെ വെലോസിറ്റി ട്രയാങ്കിളും അതേപോലെ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെക്ചറും കൂടിയും വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ആക്സിയൽ ഫ്ലോ കംപ്രസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്രോബ്ലംസും നമ്മൾ ആ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So if you are new to my channel, consider subscribing and click the bell icon for getting further updates. And don't forget to share it with your friends so that they can also learn online. So friends, first of all നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ എങ്ങനെയാണ് വെലോസിറ്റി ട്രയാങ്കിൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ട്രയാങ്കിളിനെ കുറിച്ച് ഓൾറെഡി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അഥവാ പെൽട്ടൺ ടർബൈൻ്റെയും അതേപോലെ ഫ്രാൻസിസ് ടർബൈൻ്റെയും കപ്ലാൻ ടർബൈൻ്റെ ഒക്കെ വെലോസിറ്റി ട്രയാങ്കിൾസ് കമ്പയർ ചെയ്യുന്ന ഒരു റിവിഷൻ ലെക്ചർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ മൊഡ്യൂൾ 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വീഡിയോസും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെക്ചർ വളരെ ഈസി ആയിരിക്കും. കാരണം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെയിം വെലോസിറ്റി ട്രയാങ്കിളാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിലും വരുന്നത്. ഓക്കെ, ദർ ഈസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. നൗ ലുക്ക് അറ്റ് ദി വെലോസിറ്റി ഡയഗ്രാം ഹിയർ. സോ ഇവിടെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെയും അതേപോലെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും കേസിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് വിൽ ബി റേഡിയൽ അറ്റ് ഇൻലെറ്റ്. ഓക്കെ, എന്താ ഡിസ്ചാർജ് റേഡിയൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദി അബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് വിൽ ബി ഹിറ്റിംഗ് പെർപെൻഡിക്കുലർ ടു ദി ടാൻജൻറ്റ് അറ്റ് ഇൻലെറ്റ്. അഥവാ ഇൻലെറ്റിലെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇൻലെറ്റിലെ അബ്സല്യൂട്ട് വെലോസിറ്റി ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ അബ്സല്യൂട്ട് വെലോസിറ്റിക്ക് ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഉണ്ടാവില്ല, വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആരാണ്? അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെലോസിറ്റി ഓഫ് വേൾ. സോ VW1 അറ്റ് ഇൻലെറ്റ് വിൽ ബി 0, അഥവാ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ് വിൽ ബി 0. ഓക്കെ, or we can say the angle alpha is equal to 90 degree. Alpha എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദി ഗൈഡ് ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റ്. നമ്മൾ സെയിം ടെർമിനോളജീസ് ആണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ടർബൈനിലും പമ്പിലൊക്കെ യൂസ് ചെയ്ത അതേ ടെർമിനോളജീസ് ആണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് വെലോസിറ്റിക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ് വിൽ ബി ഈക്വൽ ടു സെയിം ആസ് ദാറ്റ് ഓഫ് അബ്സല്യൂട്ട് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ V1 വെച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തു. ആൻഡ് ബ്ലേഡിൻ്റെ ടിപ്പ് വെലോസിറ്റിയാണ് U1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. U1ഉം U2 ഒക്കെ നമുക്ക് πdn/60 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മൾ ടർബൈനിലും പമ്പിലൊക്കെ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈനും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ക്ലോസ് ദിസ് ട്രയാങ്കിൾ വാട്ട് വിൽ ഗെറ്റ്? റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. അഥവാ അബ്സല്യൂട്ട് വെലോസിറ്റിയും ബ്ലേഡ് വെലോസിറ്റിയും നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരായിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും ഈ ബ്ലേഡിന് ടാൻജൻ്റ് ആയിട്ട് കയറുന്നത് കേട്ടോ. എൻ്റെ ഫിഗർ അത്ര പെർഫെക്റ്റ് അല്ല. ഓക്കെ, ഈ ബ്ലേഡിന് ടാൻജൻഷ്യലായിട്ട് കയറുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ഹിയർ ആംഗിൾ തീറ്റ ഈസ് ദി ബ്ലേഡ് ആംഗിൾ ഓർ ദി വെയിൻ ആംഗിൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഴയ ടെർമിനോളജീസ് തന്നെയാണ്. നൗ ലുക്ക് അറ്റ് ദി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിന് ഈ ബ്ലേഡിന് നേരെ ടാൻജൻഷ്യലായിട്ട് പുറത്ത് പോകുന്നത് ആരായിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഞാനിവിടെ പ്ലോട്ട് ചെയ്തു. ഇനി ബ്ലേഡ് ടിപ്പിന് ഇവിടെ വെലോസിറ്റി ഉണ്ടാവും. പക്ഷേ ഇവിടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും കംപ്രസറിൻ്റെയും കേസിൽ ഈ ബ്ലേഡ് ടിപ്പ് വെലോസിറ്റി അഥവാ U2 എന്ന് പറയുന്നത് പെരിഫറൽ വെലോസിറ്റി കമ്പാരിറ്റീവ്ലി ലാർജ് ആയിരിക്കും. ഓക്കെ, ടർബൈൻ്റെ കേസ് പോലെയല്ല. ഓക്കെ, കമ്പാരിറ്റീവ്ലി ലാർജ് ആയതുകൊണ്ട് തന്നെ ഈ U2 നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റും കഴിഞ്ഞ് ഇങ്ങോട്ടെത്തും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നത്. നമ്മൾ ടർബൈൻ്റെ കേസിലൊക്കെ നമ്മൾ ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ മിക്ക പ്രോബ്ലത്തിലും ഇങ്ങനെയാണ് ട്രയാങ്കിൾ വന്നത്. അവിടെ എന്താ സംഭവിച്ചത്? റിലേറ്റീവ് വെലോസിറ്റി പ്ലോട്ട് ചെയ്തു. U2 കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് V2 കിട്ടും. V2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും പ്ലോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും അതേപോലെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെയും കേസിൽ U2 വളരെ ലാർജ് ആയതുകൊണ്ട് നമുക്ക് ഈ ഷേപ്പിലുള്ളൊരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ടേംസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് U2 കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2 കിട്ടും. ദാറ്റ് ഈസ് ദി അബ്സല്യൂട്ട് വെലോസിറ്റി. എപ്പോഴും ശ്രദ്ധിക്കുക, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി, ദെൻ U2, ദെൻ അബ്സല്യൂട്ട് വെലോസിറ്റി.
ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് V2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എടുത്താൽ മതി. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് VW2, വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് VF2. ഓക്കെ, അതേപോലെ നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട്, ദാറ്റ് ഈസ് ബീറ്റ ആൻഡ് ഫൈ. ഓക്കെ, സോ ഇവിടെ ഫൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ബ്ലേഡ് ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ആൻഡ് ബീറ്റ ഈസ് ദി ഗൈഡ് ബ്ലേഡ് ആംഗിൾ. ഓക്കെ, അതൊക്കെ പഴയ പോലെ തന്നെയാണ്. ഇനി ഈ ഡിസ്റ്റൻസിനെ നമുക്ക് അപ്പോൾ ഇതിന് എന്ത് മാർക്ക് ചെയ്യാം? ഇത് VW2 ഇത് U2 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ദിസ് ഡിസ്റ്റൻസ് ആസ് U2 മൈനസ് VW2. ഇതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലത്തിൽ ചോദിക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ആകെ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ദാറ്റ് ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് അഥവാ ഇമ്പല്ലർ വർക്ക് ഇൻപുട്ടിന് വി ഹാവ് എൻ ഇക്വേഷൻ. ഇത് യൂളേഴ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ഡെറിവേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ VW1 U1 എന്നുള്ള ടേമും കൂടിയും വരേണ്ടതായിരുന്നു, പക്ഷേ VW1 0 ആയതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. ഓക്കെ, സോ M ഇൻറ്റു VW2 U2 എന്നാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പമ്പിൻ്റെ കേസിൽ മാസ് ഫ്ലോ റേറ്റ് നമ്മൾ റോ ക്യൂ എന്നാണ് എടുത്തിരുന്നത്. ഓക്കെ, പമ്പിൻ്റെ കേസിൽ ഇവിടെ നമ്മളത് മാസ് ഫ്ലോ റേറ്റ് തന്നെയാണ് എടുക്കുന്നത്, M ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം കംപ്രസർ ആയതുകൊണ്ട്. അപ്പോൾ M ഇൻറ്റു VW2 U2. ഇപ്പോൾ പെർ യൂണിറ്റ് മാസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഥവാ പെർ കിലോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ M ഇവിടെ എഴുതേണ്ട കാര്യമില്ല, ദാറ്റ് ഈസ് സിംപ്ലി VW2 U2 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് മിക്കവാറും നമ്മൾ ചെയ്യുന്നൊരു പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും ടാൻ തീറ്റ. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? VF1 ഡിവൈഡഡ് ബൈ U1 കിട്ടും, അഥവാ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമുക്ക് ഒന്നുകിൽ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും, അഥവാ U1 നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് VF1 കിട്ടും. ഓക്കെ, ഈ VF1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനെയും ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം റേഡിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ വി ഹാവ് അനദർ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് VF1 is equal to VF2. ഇത് തന്നിട്ടില്ലെങ്കിലും നമുക്കിതൊരു അസംഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അഥവാ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് ഇൻ ദ കേസ് ഓഫ് റേഡിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. അപ്പോൾ ഇതാണ് ഇവിടെ ഇൻലെറ്റ് ട്രയാങ്കിളും ഔട്ട്ലെറ്റ് ട്രയാങ്കിളും നമ്മൾ റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൽ വി ഹാവ് ടാൻ ഫൈ എടുത്ത് നോക്കിയാൽ, ടാൻ ഫൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് VF2 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് U2 മൈനസ് VW2. അപ്പോൾ മിക്ക പ്രോബ്ലത്തിലും നമുക്ക് ഈ വർക്ക് ഇൻപുട്ട് കാണാനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ VW2 കാണണം. ഓക്കെ, ഇപ്പോൾ VW2 കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, മിക്ക പ്രോബ്ലത്തിലും നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ VW2 കിട്ടും. ഓക്കെ, അപ്പോൾ ആ VW2 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരറിയണം? VF2 അറിഞ്ഞിരിക്കണം. VF2 വിൽ ബി ഈക്വൽ ടു VF1. അപ്പോൾ VF1 നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? അത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്നാണ് കിട്ടുക. ഇതാണ് ഒരു യൂഷ്വൽ പ്രൊസീജിയർ. വെലോസിറ്റി ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഇതാണ്. ഓക്കെ, ഇനി അപ്പാർട്ട് ഫ്രം ദിസ് നമ്മളിവിടെ പഠിക്കേണ്ട രണ്ട് റിലേഷൻഷിപ്സ് ആണ്. ഫസ്റ്റ് വൺ, ഡിസ്ചാർജ് ഇക്വേഷൻ. ഇത് നമ്മൾ പമ്പിൻ്റെ കേസിൽ ഓൾറെഡി പഠിച്ചതാണ്. പമ്പിൻ്റെ കേസിലും അതേപോലെ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച റിലേഷൻഷിപ്പാണ്. ദാറ്റ് ഈസ് πdB ഇൻറ്റു VF. ഇപ്പോൾ ഇവിടെ നമ്മൾ ചില സമയത്ത് ഡിസ്ചാർജിന് പകരം മാസ് ഫ്ലോ റേറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് യൂസ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്ചാർജിനെ നിങ്ങൾ ഡെൻസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഇപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷനും നമുക്ക് പല പ്രോബ്ലത്തിലും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഞാനിപ്പോൾ ഡെറിവേഷൻ ഒന്നും കാണിക്കുന്നില്ല, ചിലപ്പോൾ ഡെറിവേഷനും ചോദിച്ചുകൂടായില്ല കേട്ടോ. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഇക്വേഷനുകളൊന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, 1 മൈനസ് VW2 ഡിവൈഡഡ് ബൈ 2U2. ഇതാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ നിങ്ങൾ എല്ലാ റിയാക്ഷൻ ടർബൈൻ്റെ കേസിലും ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ചിലപ്പോൾ അതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വെലോസിറ്റി ട്രയാങ്കിൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റി പ്രോബ്ലമാണ്. ഇത് ഏപ്രിൽ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ തന്നപ്പോൾ കുറച്ച് ഡാറ്റ മിസ്സിംഗ് ആയിരുന്നു ആൻഡ് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ആണ് അവർ ഡയറക്റ്റ് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി പ്രോബ്ലം ഡിസ്ക്രിപ്ഷൻ. എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ റണ്ണിംഗ് അറ്റ് 1500 RPM ഹാസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റേഴ്സ് ഓഫ് ദി ഇംപെല്ലർ ആസ് 250 mm and 500 mm respectively. The blade angles at inlet and outlet are 18 degree and 40 degree respectively. ഈ ഡാറ്റ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്സിംഗ് ആയിരുന്നു. ഓക്കെ, ദി എയർ എൻറ്റേഴ്സ് ദി ഇംപെല്ലർ റേഡിയലി.
Okay, determine the work done by the compressor per kilogram of air and degree of reaction. ഇപ്പോൾ ഇതിൽ ടെമ്പറേച്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്യുവർലി വെലോസിറ്റി ട്രയാങ്കിൾ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. Okay, now let's see how to solve this problem. So ഞാൻ ഇവിടെ തന്നിട്ടുള്ള എല്ലാ ഡാറ്റയും ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. We have given the RPM and diameters തന്നിട്ടുണ്ട്. We have given blade angles and we have taken the assumption as ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് discharge is radial at inlet. So we can take VW1 is equal to 0 or alpha is equal to 90 degree. So നമ്മളുടെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് D1 D2 അതേപോലെ RPM തന്നിട്ടുണ്ട്. സോ യൂസിങ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദി U1 ആൻഡ് U2. ഓക്കെ, പെരിഫറൽ വെലോസിറ്റീസ് നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വർക്ക് ഇൻപുട്ട് റിക്വയർഡ് പെർ യൂണിറ്റ് മാസ്, അതേപോലെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്, പെർ കിലോഗ്രാമിൽ VW2 U2 ആണ്. അതേപോലെ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്, 1 - VW2 2 U2 ആണ്. അപ്പോൾ U2 നമുക്ക് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലി തിങ് വി ഹാവ് ടു ഫൈൻഡ് ഹിയർ ഈസ് VW2. VW2 കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ VW2 എവിടെ നിന്നാണ് കിട്ടുക? VW2 നമ്മൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് tan phi. tan phi എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഈസ് VF2 ഡിവൈഡഡ് ബൈ U2 മൈനസ് VW2. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് VW2 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫൈയുടെ വാല്യൂ അറിയാം, U2 അറിയാം. VF2 എന്ന് പറഞ്ഞാൽ എന്താണ്? VF2 ഈസ് നത്തിങ് ബട്ട് VF1. അപ്പോൾ നമുക്ക് VF1 ഇവാലുവേറ്റ് ചെയ്യണം. VF1 നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഫ്രം ദി ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. അഥവാ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിങ്ങൾ tan θ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഓപ്പോസിറ്റ് സൈഡ് ഈസ് VF1 ഡിവൈഡഡ് ബൈ U1. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് VF1 ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. VF1 is equal to tan θ into U1 ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 6.38 meter per second എന്ന് കിട്ടും. ഓക്കെ, സോ വൺസ് യു ഹാവ് ഗോട്ട് ദി വാല്യൂ ഓഫ് VF1, അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഥവാ VF1 is equal to VF2 ആണ്. അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VW2 കിട്ടും. VW2 നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ഇൻപുട്ടും കിട്ടും, അതേപോലെ ഡിഗ്രി ഓഫ് റിയാക്ഷനും കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ദിസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ വെലോസിറ്റി ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് ടെമ്പറേച്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, see, next we are going to discuss the concept of stagnation properties or total head properties. See, നമ്മൾ ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറും സെൻട്രിഫ്യൂഗൽ പമ്പും ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ there are two major differences. ഫസ്റ്റ് വൺ, കംപ്രസറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആണ്. പമ്പിൻ്റെ കേസിൽ നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് compressor will be working with very high speed. Okay, so because of that we have to consider the kinetic energy of the fluid also. Okay, while evaluating the properties we have to take into account the kinetic energy of the fluid also. So first we will discuss what is a stagnation process. Okay, ഒരു ഹൈ സ്പീഡിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിനെ when we brought it into rest isentropically, that process can be called as a stagnation process. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാഗ്നേഷൻ പ്രോസസ്സിൽ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്? കാരണം നമ്മളവിടെ കൈനറ്റിക് എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എൻതാൽപ്പി. ദാറ്റ് മീൻസ് ഇനീഷ്യലി നമുക്ക് ഉണ്ടായിരുന്ന എൻതാൽപ്പി H ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൈനറ്റിക് എനർജിയുടെ ടേം വിൽ ഗെറ്റ്സ് ആഡഡ് ഇൻ ടു ദാറ്റ് ഈസ് V²/2. നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കിട്ടും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിത്ത് സബ്സ്ക്രിപ്റ്റ് ഒരു 0 ഇട്ടുകൊണ്ടായിരിക്കും. T0, P0. സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ആണെങ്കിൽ നമ്മൾ H0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇനീഷ്യൽ വാല്യൂസ് ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് T01, P01, H01 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയുടെ ഇക്വേഷൻ കിട്ടി. H0 is equal to H plus V²/2. ഓക്കെ, പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്തായിരിക്കും, അതേപോലെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്തായിരിക്കും എന്നുള്ളതും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ യൂസിങ് ദിസ് ഇക്വേഷൻ വി നോ ദാറ്റ് the enthalpy is equal to mCpT. So for unit mass we can write enthalpy is equal to simply CpT. Okay, so ഇതാണ് enthalpy equation നമുക്കറിയാം for unit mass. So stagnation enthalpy H0 can be written as CpT01. Okay, and H is CpT1 plus V²/2. Okay, so from this we can actually evaluate the term T01. Okay, by bringing Cp into the denominator. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫൈനലി വാട്ട് വിൽ ഗെറ്റ് ഈസ് T1 plus V²/2 Cp. So this is the equation for finding the stagnation temperature at the initial condition. Now let's see how to find the stagnation pressure if you know stagnation temperature. Okay, so for that you have to use this relationship. ഇത് നമുക്ക് ഏതൊരു ഐസെൻട്രോപിക് പ്രോസസ്സിനും യൂസ് ചെയ്യാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്.
ഓക്കെ, അഥവാ അഡിയബാറ്റിക് പ്രോസസ്സിനും ഐസെൻട്രോപ്പിക് പ്രോസസ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. എന്താണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്. Okay, so we can use this relationship between pressure and temperature to find the stagnation pressure. Now, this process, we compression process, we TS diagram represent the. Now, 4 lines plotted. These are all isobaric lines. Okay, constant pressure lines are plotted. P1 is static pressure, P01 is corresponding stagnation pressure and P2 is compression final pressure and P02 is the stagnation pressure. Here actually this small line represents the stagnation process. So we initial condition and final conditions stagnation process. So we can actually write this relationship for both at the initial conditions and final conditions. Okay, here actually you note the 3 equations. One equation is second one T01 and third one P01 equation. Okay, so note down. See, next we will discuss what will be the equation for actual work input in the case of rotary compressors. So we rotary compressors two categories. First one is centrifugal compressor and second one is axial flow compressors. So axial flow compressor in the case, we will use equations use. Okay, centrifugal compressor in the case, we already work input and equation discussed and that is based on the velocity triangle and that equation is known as impeller work input. Okay, but MVW to U2 represents the impeller work input, whereas MCP delta T represents the actual work input. This actually enthalpy change of the fluid and represented. Okay, so it is based on the temperature difference. Okay, P actual work input ne namukku rendu reethiyil express cheyavunnathaanu. Okay, so first one I have noted, second one I have noted. Okay, that is first one is based on the stagnation properties of the fluid and second one is based on the static properties of the fluid. Okay, so stagnation properties in the basis then namukku idane moonu reethiyil express cheyam. MCP delta T, that is MCP T02 minus T01. Per unit mass per kilogram we M cancel represent. Ini ividana namukku T01 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു T02 divided by T01 കിട്ടും. ഓക്കെ, ഇപ്പോൾ T02 by T01 നെ നമുക്ക് എന്തായിട്ട് റിപ്ലേസ് ചെയ്യാം? P02 divided by P01 whole power gamma minus 1 divided by gamma. ഓക്കെ, ഞാനതൊരു ഐസെൻട്രോപ്പിക് ലൈനിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനും നിങ്ങൾ നോട്ട് ചെയ്യണം, ഈ ഇക്വേഷനും നിങ്ങൾ നോട്ട് ചെയ്യണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, മിക്ക പ്രോബ്ലത്തിലും നമുക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ഇക്വേഷൻസ് ആർ ബേസ്ഡ് ഓൺ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതേ ഇക്വേഷൻസ് തന്നെ നമുക്ക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ടേമിലും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലി തിങ് ഈസ് ഈ T0 P0 എന്നുള്ളതിന് പകരം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? T2 T1 and P2 P1 എന്ന് റിപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചില പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചില പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോബ്ലത്തിൽ ഡാറ്റാസ് എങ്ങനെയാണ് തന്നിട്ടുള്ളത് നമുക്ക് പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആണോ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. Next we are going to discuss the equation for isentropic efficiency in the case of rotary compressors. Okay, so isentropic efficiency is nothing but the ratio between isentropic work input required to the actual work input required. Okay, so ഇത് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ TS ഡയഗ്രാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ TS ഡയഗ്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ I have plotted 2 isobaric lines. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള isobaric lines മാത്രമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിയർ the process 01 to 02 represents the actual compression process and the process 01 to 02 dash represents the isentropic compression process. നമ്മുടെ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സിൽ നമുക്ക് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും ബിക്കോസ് ഓഫ് സെവറൽ ലോസസ് ലൈക്ക് ഫ്രിക്ഷണൽ ലോസസ്. ഓക്കെ, സോ നമുക്ക് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സിൽ വേണ്ട വർക്ക് ഇൻപുട്ട് റിക്വയർഡ് വിൽ ബി മോർ ദാൻ ദി വർക്ക് ഇൻപുട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്. ഓക്കെ, സോ നമുക്ക് ഐസെൻട്രോപ്പിക് വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസെൻട്രോപ്പിക് വർക്ക് ഇൻപുട്ട് കാണുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചേഴ്സ് ആണ് നമ്മൾ MCP ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടത്. അഥവാ ഇവിടെ നമ്മൾ MCP T02 ഡാഷ് മൈനസ് T01 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ആക്ച്വൽ വർക്ക് ഇൻപുട്ടിൻ്റെ കംപ്രഷൻ പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് MCP T02 മൈനസ് T01. ഇപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കാനും വളരെ സിമ്പിളായിരിക്കും.
Okay, now അപ്പോൾ ഇവിടെ നമുക്ക് MCP gets cancelled. So this is the isentropic efficiency equation now. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും ആവശ്യമായിട്ടുള്ള വരുന്നതാണ്. ഓക്കെ, നൗ ഇപ്പോൾ ഇത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ആണ്. നൗ ഇഫ് യു ആർ കൺസിഡറിങ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, ചില പ്രോബ്ലത്തിൽ നമ്മൾക്ക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ T02 അതേപോലെ T01 ഒക്കെ എന്തായിട്ട് റിപ്ലേസ് ചെയ്താൽ മതി? T2 and T1 ആയിട്ട് റിപ്ലേസ് ചെയ്താൽ മതി. Okay, so the equation will become T2 dash minus T1 divided by T2 minus T1 കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻസും സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ നമുക്ക് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് ഈ ഐസെൻട്രോപ്പിക് കംപ്രഷന് നമുക്ക് എപ്പോഴും നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന റേഷ്യോസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് T02 dash divided by T01 is equal to P02 divided by P01 whole power gamma minus 1 divided by gamma. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ T02 dash ആണല്ലോ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് P02 dash എന്ന് യൂസ് ചെയ്യുന്നില്ല? ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ P02 dash എന്ന് യൂസ് ചെയ്യാം. നമുക്കറിയാം P02 dash will be equal to P02 because they are lying on the same isobaric line. ഈ രണ്ട് പോയിന്റും ഒരേ ഐസോബാറിക് ലൈനിലെ അഥവാ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ലൈനിലെ എല്ലാ പോയിന്റിലെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വി ക്യാൻ ആക്ച്വലി റൈറ്റ് P02 dash is equal to P02. അപ്പോൾ ഇവിടെ P02 dashന് പകരം ഞാൻ P02 എന്ന് എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് പ്രോബ്ലത്തിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ള വേറൊരു റിലേഷൻഷിപ്പ്. ഓക്കെ, അതേപോലെ ഇത് നമ്മൾ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ടേമിലാണ് എഴുതുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് this relationship, that is T2 dash divided by T1, that is equal to P2 by P1 whole power gamma minus 1 divided by gamma. അപ്പോൾ ഇവിടെ ഞാൻ P2 dash എന്ന് എഴുതിയിട്ടില്ല, P2 തന്നെയാണ് എഴുതിയിട്ടുള്ളത് because they are the points lying on the same isobaric lines. അപ്പോൾ ഈ ഇക്വേഷൻസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് റിലേറ്റഡ് ടു സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് സ്ലിപ്പ്. സ്ലിപ്പ് ഈസ് നത്തിങ് ബട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലേഡ് ടിപ്പ് വെലോസിറ്റി അറ്റ് ദ ഔട്ട്ലെറ്റ് ടു ദി velocity of whirl at outlet, that is simply U2 minus VW2. Okay, and second one is slip factor. അപ്പോൾ സ്ലിപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് റേഷ്യോ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് whirl at outlet to the blade tip velocity at outlet. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ സ്ലിപ്പ് ഫാക്ടറിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 5S എന്നുള്ള സിമ്പിളാണ്. ഓക്കെ, ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ് വർക്ക് ഫാക്ടർ ആൻഡ് പവർ ഇൻപുട്ട് ഫാക്ടർ ആൻഡ് അതേപോലെ പ്രഷർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിൽ രണ്ട് ഇക്വേഷൻസിലും സെയിം ആണ്, അഥവാ ഇമ്പല്ലർ പവറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. VW2 U2 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദി ഇമ്പല്ലർ പവർ ഇൻപുട്ട് റിക്വയർഡ്. ഓക്കെ, പെർ യൂണിറ്റ് മാസ്. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ ഫസ്റ്റ് കേസിൽ അഥവാ വർക്ക് ഫാക്ടറിൻ്റെ കേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ആക്ച്വൽ വർക്ക് ഇൻപുട്ടും പ്രഷർ കോഎഫിഷ്യൻ്റെ കേസിൽ നമ്മളിവിടെ ന്യൂമറേറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ദാറ്റ് ഈസ് ദി ഐസെൻട്രോപ്പിക് വർക്ക് ഇൻപുട്ട് റിക്വയർഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റേഷ്യോ. ഈ പവർ ഫാക്ടർ അല്ലെങ്കിൽ വർക്ക് ഇൻപുട്ട് ഫാക്ടർ അല്ലെങ്കിൽ പ്രഷർ കോഎഫിഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ വർക്ക് ഇൻപുട്ട് റിക്വയർഡ്. ഓക്കെ, അഥവാ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് ടു ദി ഇമ്പല്ലർ വർക്ക് ഇൻപുട്ട്. Okay, that is in this case, and in this case that is the isentropic work input to the impeller work input. അപ്പോൾ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഈ പവർ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചില പ്രോബ്ലത്തിൽ നമുക്ക് പവർ ഫാക്ടറിനെ കുറിച്ച് ഒന്നും പറയത്തില്ല. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ യു ക്യാൻ ഈവൻ അസ്യൂം പവർ ഫാക്ടർ ഓർ വർക്ക് ഇൻപുട്ട് ഫാക്ടർ ആസ് 1. കാരണം ഈ രണ്ട് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും വാല്യൂസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി പവർ ഫാക്ടർ. ചില കേസിൽ നമുക്കത് 0.9 ഒക്കെ തന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വാല്യൂനെ യൂസ് ചെയ്യണം. ഇനി തന്നിട്ടില്ല, നമുക്ക് ചിലപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ന്യൂമറേറ്ററിലെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് VW2 കാണേണ്ടതായിട്ട് വരാം, ഇല്ലെങ്കിൽ നേരെ റിവേഴ്സും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എപ്പോഴും ആരെയാണ് യൂസ് ചെയ്യേണ്ടത്? വർക്ക് ഫാക്ടർ ഓർ പവർ ഇൻപുട്ട് ഫാക്ടറിനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈവൻ റൈറ്റ് ദി പ്രഷർ കോഎഫിഷ്യൻ ആസ് 5W ഇൻറ്റു ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ പോയിന്റ്സ് കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. See, next we are going to discuss a university problem from centrifugal compressor. So look at the problem description. A centrifugal compressor has a compression ratio of 4:1 with an isentropic efficiency 88% when running at 14,000 rpm and including air at 25 degrees Celsius. Curved vanes at inlet gives the air a pre-whirl of 18 degree to axial direction at all radii
and the mean diameter of I is 245 millimeter. ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Curved veins at inlet gives air a pre-whirl of 18 degree to axial direction. യൂഷ്വലി നമ്മൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ് 0 ആയിട്ടാണ് അസ്യൂം ചെയ്തത് അല്ലേ? പക്ഷേ ഇവിടെ അവർ പ്രീ വേൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു 18 ഡിഗ്രി വിത്ത് ദി ആക്സിയൽ ഡയറക്ഷൻ ആയിട്ടാണ്. ഓക്കെ, ആക്സിയൽ ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, absolute air velocity at inlet is 120 meter per second. Impeller tip diameter is 580 millimeter. Calculate the slip factor. അപ്പോൾ സ്ലിപ്പ് ഫാക്ടർ കാണാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് റെഡ് ദി ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി. അപ്പോൾ ഞാനിവിടെ തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രഷർ റേഷ്യോ തന്നിട്ടുണ്ട്, ഐസെൻട്രോപിക് എഫിഷ്യൻസി ഈസ് ഗിവൺ, RPM ഈസ് ഗിവൺ, temperature at inlet is also given, mean diameter at inlet is given, and absolute velocity at inlet is given, and outlet diameter is also given. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദി കർവ്ഡ് വെയിൻസ് അറ്റ് ഇൻലെറ്റ് ഗിവ്സ് എയർ എ പ്രീ വേൾ ഓഫ് 18 ഡിഗ്രി ടു ആക്സിയൽ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആക്സിയൽ ഡയറക്ഷൻ ആയിട്ടാണ് നമ്മളിവിടെ ആംഗിൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ യൂഷ്വലി സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ നമ്മൾ വെലോസിറ്റി ഓഫ് വേൾ അഥവാ VW1 അറ്റ് ഇൻലെറ്റ് നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിൾ ഒരു സിമ്പിൾ വെലോസിറ്റി ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇൻ ദിസ് കേസ് നമുക്ക് VW1ൻ്റെ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അഥവാ വെലോസിറ്റി ഓഫ് വേൾ വിൽ ബി ദർ അറ്റ് ഇൻലെറ്റ് ഓൾസോ. ഓക്കെ, ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ അവർ ആംഗിൾ തന്നിട്ടുള്ളത് ആക്സിയൽ ഡയറക്ഷനായിട്ടാണ്. സാധാരണ നമുക്ക് ആംഗിൾ തരാറുള്ളത് ടാൻജൻഷ്യൽ ഡയറക്ഷനായിട്ടാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഒരു ഡിഫറൻസ് ഉള്ളത്? ഇംപെല്ലർ വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ VW2U2 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഫ്രം യൂളേഴ്സ് ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് വേൾ ആയിട്ട് ഇൻലെറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂളേഴ്സ് ഇക്വേഷൻ എന്തായിട്ട് മാറും? VW2U2 മൈനസ് VW1U1 എന്നായിട്ട് മാറും. ബിക്കോസ് വി ഹാവ് ടു കൺസിഡർ ദി എഫക്ട് ഓഫ് VW1 ഓൾസോ നൗ. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ദർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് VW1 എങ്ങനെ കണ്ടുപിടിക്കാം? വി നോ ദി വാല്യൂ ഓഫ് V1 നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ, ആൻഡ് ദിസ് ആംഗിൾ ഓൾസോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VW1 നമുക്ക് സൈൻ എടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ദാറ്റ് മീൻസ് VW1 ഇസ് ഈക്വൽ ടു V1 sin 18. V1ൻ്റെ സൈൻ കമ്പോണൻ്റ് ആണ് VW1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 37.08 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ ഡയമീറ്റേഴ്സും അതേപോലെ RPM എല്ലാം തന്നിട്ടുണ്ട്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും U1 U2 ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ U1 U2 അങ്ങ് ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദാറ്റ് ഈസ് πDN/60 യൂസ് ചെയ്തിട്ട് ഞാനിവിടെ U1 U2 ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? സ്ലിപ്പ് ഫാക്ടറാണ്. ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ VW2 ആൻഡ് U2. അപ്പോൾ U2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി VW2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പോൾ VW2 എവിടുന്ന കിട്ടുക? VW2 കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. അഥവാ അസ്യൂമിങ് വർക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1, വി ക്യാൻ റൈറ്റ് വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് ടു ദി ഇംപെല്ലർ വർക്ക് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ വർക്ക് ഫാക്ടർ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ഇംപെല്ലർ വർക്ക് ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? CP × T2 - T1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് VW2 ഇവാലുവേറ്റ് ചെയ്തെടുക്കണം. വി നോ ദി വാല്യൂ ഓഫ് U2, VW1 നമുക്ക് പറയാം, U1 അറിയാം, CPയുടെ വാല്യൂ നമുക്ക് എയറിന് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇൻലെറ്റ് ടെമ്പറേച്ചറും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ T2 - T1 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് VW2 കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ റിവേഴ്സ് പ്രൊസീജിയറാണ് കേട്ടോ പറയുന്നത്. T2 - T1 അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഐസെൻട്രോപിക് എഫിഷ്യൻസി തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഐസെൻട്രോപിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതി നോക്കുക. ഐസെൻട്രോപിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? T2' - T1 ഡിവൈഡഡ് ബൈ T2 - T1. ഡൗട്ടുള്ളവർ ഇത് ഈ ഫിഗർ വരച്ചിട്ട് എഴുതി നോക്കുക കേട്ടോ. T2' - T1 ഡിവൈഡഡ് ബൈ T2 - T1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഐസെൻട്രോപിക് എഫിഷ്യൻസിയുടെ വാല്യൂ അറിയാം, T1 അറിയാം. പക്ഷേ T2 - T1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദി വാല്യൂ ഓഫ് T2'. അപ്പോൾ ഇനി T2' എവിടെ നിന്നാണ് കിട്ടുക? T2' കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഫോർ എനി ഐസെൻട്രോപിക് പ്രോസസ് അഥവാ പോയിന്റ് 1ഉം 2' കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐസെൻട്രോപിക് പ്രോസസ്. ഐസെൻട്രോപിക് പ്രോസസ്സിന് നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ റേഷ്യോസ് യൂസ് ചെയ്യാം. അഥവാ T2' ഡിവൈഡഡ് ബൈ T1 ഇസ് ഈക്വൽ ടു P2/P1 ഹോൾ പവർ γ-1 ഡിവൈഡ് ബൈ ഗാമ. ഇവിടെ നമ്മൾ P2' യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് P2' ഈസ് സെയിം ആസ് P2. ദേ ആർ ദി പോയിന്റ്സ് ഓൺ ദി സെയിം ഐസോബാറിക് ലൈൻസ്. അപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് റിവേഴ്സ് പ്രൊസീജിയറാണ്. ഇനി ഫോർവേഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കുന്നു? T2' കണ്ടുപിടിക്കുന്നു. T2' കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T2 - T1 കിട്ടും. അതാണ് ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, വൺസ് യു ഹാവ് ഗോട്ട് T2 - T1,
അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VW2ൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ VW2 ഞാനിവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൺസ് യു ഗോട്ട് ദി വാല്യൂ ഓഫ് VW2 യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സ്ലിപ്പ് ഫാക്ടർ ആസ് 0.95. ശ്രദ്ധിക്കുക, ഞാനിവിടെ വർക്ക് ഫാക്ടറിനെ കുറിച്ച് അവരൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഞാനിവിടെ 1 ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസും എടുക്കുന്നത് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസാണ്. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് പ്രോബ്ലത്തിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാനുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ യൂണിവേഴ്സിറ്റി പ്രോബ്ലം ഫ്രം സെൻട്രിഫ്യൂഗൽ കംപ്രസർ. So look at the problem description. A centrifugal compressor draws in air at temperature of 27 degrees Celsius running at 18,000 rpm. The outer diameter of blade tip is 550 mm. Slip factor is 0.82 and isentropic total head efficiency is 0.76. Calculate the temperature rise of air passing through the compressor. That means നമുക്ക് ഇവിടെ T2 minus T1 ആണ് ഒരു ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. And second one is the static pressure ratio. We have to find P2 by P1 also. Okay, assume the velocities of air at inlet and outlet is same. Take Cp is equal to 1.005 kilojoule per kilogram Kelvin. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കൊരു അസംഷൻ തന്നിട്ടുണ്ട്. Assume the velocities of air at inlet and outlet is same. That is V1 is equal to V2 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. Okay, if this assumption is given, we can consider all the stagnation properties are equal to static properties. അഥവാ ടോട്ടൽ ഹെഡ് പ്രോപ്പർട്ടീസ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രോബ്ലം സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ തന്നെ ചെയ്താൽ മതി. അഥവാ ഇൻലെറ്റ് വെലോസിറ്റിയും ഔട്ട്ലെറ്റ് വെലോസിറ്റിയും ഈക്വൽ ആണെങ്കിൽ all stagnation properties are equal to static properties. So I hope all of you have read the question very carefully. ഇപ്പോൾ ഞാനിവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. We have given the temperature at inlet and RPM is also given, diameter at outlet is given, and we have given the slip factor, that is VW2 by U2 is 0.82, and we have given the isentropic efficiency, that is 0.76, and what we have to find? We have to find the temperature rise and we have to find the static pressure ratio. Okay. അപ്പോൾ നമുക്ക് ഇനീഷ്യലി we have given diameter at outlet and RPM is given. From that we can actually find the U2, pi d2 n by 16 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ U2 കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ U2 കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഇവാലുവേറ്റ് ദി വാല്യൂ ഓഫ് VW2. അപ്പോൾ VW2 ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം അങ്ങ് ചെയ്ത് വെക്കാം. അപ്പോൾ VW2 കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദി ഇക്വേഷൻ ഫോർ work factor. Assuming work factor is equal to 1, we can actually write impeller work input is equal to actual work input. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, we will be using static properties instead of stagnation properties because we have given the assumption that is V1 is equal to V2. Okay, so അപ്പോൾ നമ്മളെല്ലാം T2 minus T1ൻ്റെ ടേംസിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ ആക്ച്വലി ഇവിടെ നമുക്ക് VW2 അറിയാം, U2 അറിയാം, CPൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ CPൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഇത് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലാണ് തന്നിട്ടുള്ളത്. അതിനെ നിങ്ങൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അഥവാ ഇൻറ്റു ഒരു 10⁻³ കൂടി കൊടുത്താൽ മതി. അപ്പോൾ ഫ്രം ദിസ് വി ക്യാൻ ആക്ച്വലി ഇവാലുവേറ്റ് ദി വാല്യൂ ഓഫ് T2 minus T1. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്കായി വളരെ സിമ്പിളാണ്. ഇനി സെക്കൻഡ് നമുക്ക് ഇവിടെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമ്മളിവിടെ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിലുള്ളത് എടുത്താൽ മതി. ഈവൻ ദോ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ ഹെഡ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്നൊക്കെ തന്നിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ T2 dash minus T1 divided by T2 minus T1. അപ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം, T1 അറിയാം. ഇവിടെ ഓൺലി അൺനോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? T2 dash ആണ്. അപ്പോൾ ഫ്രം ദിസ് യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് T2 dash. ഓക്കെ, വൺസ് T2 dash കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സിന് നമുക്ക് ഈ റേഷ്യോ എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. അഥവാ T2 dash by T1 is equal to P2 by P1 whole power gamma minus divided by gamma. അപ്പോൾ ഇവിടെ P2 dash നമ്മൾ യൂസ് ചെയ്യാത്ത എന്താണ്? കാരണം P2 dash is same as P2 because they are the points on the same isobaric lines. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ T2 dash കിട്ടിക്കഴിഞ്ഞാൽ ആ T2 dash ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T1 നമുക്കറിയാം, ഓൺലി അൺനോൺ എന്ന് പറയുന്നത് ആരാണ്? P2 by P1 ആണ്. ഗാമയുടെ വാല്യൂ നമുക്ക് എയറിന് അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 ആണ് ഗാമയുടെ വാല്യൂ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ ഇവാലുവേറ്റ് ദി വാല്യൂ ഓഫ് P2 by P1 is equal to 4.69 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്.